ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 3 മക്കളിൽ ഒരാളെ അച്ഛൻ വെള്ളത്തിലിട്ട് കൊന്നു. സന്ദേഡിലെ കേരൂർ സ്വദേശിയാണ് 6 വയസ്സുകാരിയെ കനാലിൽ തള്ളിയിട്ട ശേഷം ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ പോയി സാധാരണ ജീവിതം നയിച്ചത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പാണ്ഡുരംഗ് കൊണ്ടമംഗലെ എന്ന വ്യക്തി മകളെ തന്നെ ഇല്ലാതാക്കിയത്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2-ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് മത്സരിക്കാൻ വിലക്കുണ്ട്. ജനുവരി 29-ന് നിസാമാബാദിലെ നിസാം സാഗർ കനാലിൽ 6 വയസ്സുകാരിയെ മുക്കിക്കൊല്ലുകയായിരുന്നു അവളുടെ അച്ഛൻ. പാണ്ഡുരംഗിന് ഇരട്ട പെൺകുട്ടികളാണ് ആദ്യം ജനിച്ചത്. അതിലൊരാളാണ് കൊല്ലപ്പെട്ട പ്രാചി. പിന്നീടാണ് പാണ്ഡുവിന് ഒരു മകൻ ജനിച്ചത്. തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ മകളെ കൊന്നുകളയാൻ പാണ്ഡുരംഗൻ തീരുമാനിക്കുകയായിരുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സഹായിച്ച കെരൂരിലെ ഇപ്പോഴത്തെ സർപഞ്ച് ഗണേഷ് ഷിൻഡെയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നിസാമാബാദിലെ ബോധൻ റൂറൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ നിസാം സാഗർ കനാലിൽ നിന്ന് കണ്ടെത്തിയ അജ്ഞാത പെൺകുട്ടിയുടെ സംശയാസ്പദമായ മരണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതോടെയാണ് കൊലപാതക വിവരം പുറത്തു വന്നത്. പെൺകുട്ടിയെ തിരിച്ചറിയാനായി ഒരു കോൺസ്റ്റബിൾ വാട്സപ്പിൽ തന്റെ സ്റ്റാറ്റസായി പെൺകുട്ടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ മഹാരാഷ്ട്രയിലെ മുഗേദ് താലൂക്കിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ബാർബറായി ജോലി നോക്കുന്ന പാണ്ഡുരംഗിന്റെ മകൾ പ്രാച്ചിയെ തിരിച്ചറിഞ്ഞു. കുറച്ചു ദിവസമായി കുട്ടിയെ കാണാനില്ലെന്നും അവർ വിവരം കൈമാറി. തുടർന്ന് ബോധൻ പോലീസ് പാണ്ഡുരംഗനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായിരുന്നു മറുപടികളെല്ലാം. కానీ ఎలక్షన్స్ లో పోటీ పడాలి అంటే ఇద్దరు పిల్లలే ఉండాలి అనే ఒక నియమం ఉంది. అయితే ఈ పాండురంగన్ అతనికి 3 పిల్లలు ఉన్నారు. ఎట్లయినా ఒక పిల్లల్ని తగ్గించుకుంటే వాళ్ళు పోటీ పడే అవకాశం ఉందనే దాంట్లో చాలా మొదటి నుంచి చాలా ప్రయత్నాలు చేశారు. ఫస్ట్ వేరే వాళ్ళకి దత్తత ఇవ్వడానికి ట్రై చేశారు. వేరే వాళ్ళ దగ్గర పెంచడానికి కూడా బాగా ప్రయత్నం చేశారు. పూణే కార్పొరేషన్ ఆఫీస్ కూడా వెళ్ళి ప్రయత్నం చేశారు. എന്നാൽ പിന്നീട് പാണ്ഡുരംഗൻ നടന്നതെല്ലാം തുറന്നു പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സർപഞ്ചായിട്ടുള്ള ഗണേഷ് പാണ്ഡുരംഗിനെ പ്രോത്സാഹിപ്പിച്ചതായും തുടർന്ന് 6 വയസ്സുള്ള മകളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചതായും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. കുട്ടികളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ദത്തെടുക്കുന്നതിനായി പെൺകുട്ടിയെ വിട്ടുകൊടുക്കാൻ സർപഞ്ചും പാണ്ഡുരംഗനും ആദ്യം ശ്രമിച്ചതായി നിസാമാബാദ് പോലീസ് കമ്മീഷണർ പി സായി ചൈതന്യ പറഞ്ഞു. ശ്രമം പരാജയപ്പെട്ടപ്പോൾ അവർ പ്രാച്ചിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി. ജനുവരി 29-ന് പാണ്ഡുരംഗ് പ്രാച്ചിയുമായി നിസാം സാഗർ കനാലിലേക്ക് പോവുകയും അവളെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയും തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.